ഹായ് ഫ്രണ്ട്സ്, സമത് ഡെയിലി ടെക് വീഡിയോസിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവരും വീട് ഉണ്ടാകുന്ന ഒരു LED ബൾബ്. ഈ LED ബൾബ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കി പുതിയൊരു വീടിലേക്ക് എല്ലാം ചെയ്യൽ. അപ്പോൾ നമുക്ക് തന്നെ സിമ്പിളായിട്ട് റിപ്പയർ ചെയ്തെടുക്കാവുന്ന വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആകെ നമുക്ക് 20 രൂപയുടെ ചിലവായത്. അതായത് ഏത് കംപ്ലൈൻറ്റ് ബോർഡ് കത്തിപ്പോയതായാലും ഏത് കംപ്ലൈൻറ്റ് നമുക്ക് പരിഗണിക്കാവുന്നതാണത്. ആകെ 20 രൂപ ചിലവായിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കാൻ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അവർ ആദ്യമായിട്ട് ചാനൽ കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുകാന്ന് ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേവർക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ബൾബ് നമുക്കൊന്ന് അയച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഉപയോഗിച്ചൊന്ന് തട്ടി കൊടുക്കണം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ജസ്റ്റ് തട്ടി കൊടുക്കുക. അത്യാവശ്യം നല്ല ദമ്മിന് തട്ടണതിന് ഗമ്മ് വിട്ട് പോരേണ്ടി വരും. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതിന് രണ്ട് സ്ക്രൂ നമുക്കൊന്ന് അയച്ചെടുക്കണം. ഓക്കെ, 2 സ്ക്രൂ അയച്ചെടുത്തു. ഇനി നമുക്ക് സോൾഡറിംഗ് കൊണ്ട് ഉപയോഗിച്ചാൽ ഈ 2 വയർ നമ്മൾ റിമൂവ് ആക്കി 2 വയർ എടുക്കണം. നമുക്ക് 2 വയർ റിമൂവ് ആക്കി എടുക്കുക. ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ LED കിട്ടി നമുക്ക്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിനെ പുറത്തെ ഹീറ്റ് സിങ്ക് കാണുന്നതാ, അത് അതേപോലെ അയച്ചെടുക്കണം. എന്നാലും നമുക്ക് ഉള്ളിലത്തെ ബോർഡ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. നമുക്ക് അത്യാവശ്യം നല്ല ബലം ഉപയോഗിച്ചാണ്ട് ചെയ്യാൻ, കാരണം അത്യാവശ്യം ട്രംബർ ഉണ്ടാവും അത് ഊരിയെടുക്കാൻ. നമുക്കത് ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ ബോർഡ് നമുക്കത് അയച്ചെടുക്കണം. ബോർഡിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം ഇത് ബോർഡ് കംപ്ലൈൻ്റ് ആയതാണിത്. നമുക്ക് ബേക്ക് 2 പോയിൻ്റാണ് ഇതാ. ആ 2 പോയിൻ്റ് ഇതേമാതിരി സോൾഡറിംഗ് ഉപയോഗിച്ചാൽ അത് റിമൂവ് ആയി പോരും. ലെഡാണത്. ആ 2 അത് ഫുള്ളായിട്ട് കളയാം. അപ്പോൾ അത് ബോർഡ് ഊരി പോരും. ആണോ? ആ ബോർഡ് ഊരി പോന്നു. ഉണ്ട്, ഇതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആണത്. അപ്പോൾ ഈ ബോർഡ് മൊത്തം ഐസൊന്നും പോയാൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ കഴിയൂല അത്. അപ്പോൾ നമുക്ക് 2 വയറിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് നേരത്തെ വയർ ഊരെടുത്തല്ലേ ഉള്ളുന്നത്. അതായത് പുറത്ത് 2 ഹോൾസ് കാണുന്ന ബോർഡറിന് 2 ഹോൾസ് കാണാൻ കണ്ടില്ലേ? ആ 2 ഹോൾസ് 2 വയറും കയറ്റി കൊടുക്കുക. വയർ അടിക്ക് ഇറങ്ങാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. എന്നിട്ട് 2 വയർ ചെയ്ത് 2 വയർ നമുക്ക് ഇതേമാതിരി സോൾഡർ ചെയ്തെടുക്കണം. എന്നിട്ട് പഴയ രീതിയിൽ തന്നെ നന്നായിട്ട് സോൾഡർ ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല ഇതിലുമാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ മറ്റേ ബൾബ് കുടിക്കാൽ ബൾബ് കത്തൂല, കാരണം ഇതിവിടെ ലൂസായിട്ട് നിൽക്കും. അത്യാവശ്യം നല്ല പഴയ രീതി തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളത് വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരത്തെ എടുത്ത് ഹീറ്റ് സിങ്ക് ഉണ്ടല്ലോ ഊരി, അത് അതേമാതിരി തന്നെ അതിനകത്തേക്ക് കടത്തി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മുടങ്ങിയ ഭാഗം എന്താ അത് അതേമാതിരി തന്നെ നിർത്തി കൊടുക്കുക. അങ്ങോട്ട് തന്നെ ഇത് ഊരെടുക്കാൻ നല്ല ട്രംബർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് പതിയെ ഊരെടുക്കുക. കാരണം പുറത്തെ ഫ്രെയിം പൊട്ടിയാൽ നമുക്ക് ഇതേമാതിരി ഫിറ്റ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതെന്താ വെച്ചാൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കറണ്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇതിനെ കാണാം, ഒരു N ഇതിനെ കാണാവുന്നതാണ്. വീഡിയോയിൽ തന്നെ കണ്ടില്ലേ? അത് ഈ LED ബോർഡിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇതിന് വേറെ ബോർഡും കാര്യമൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണിത്. ആകെ 20 രൂപ ഇതിൻ്റെ ബോർഡിൻ്റെ റേറ്റ് ഉള്ളൂ. ഇനി നമുക്ക് ഇതേമാതിരി ഹീറ്റ് സിങ്കിൻ്റെ പേസ്റ്റ് വേണം. നമുക്ക് ആകെ 10 രൂപ ഉള്ളൂ ഇതിൻ്റെ വില. അപ്പോൾ നമുക്ക് ഇത് നമ്മളെ കുറച്ച് എടുത്തിട്ട് നമ്മളെ LED ഉണ്ടല്ലോ, നേരത്തെ എടുത്ത വെച്ച LED ബോർഡ് ഉണ്ടല്ലോ, നേരത്തെ കാണിച്ചു തന്നെ, അതിന് അടിഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക. നല്ല തേച്ച് കൊടുക്കണം, മറ്റേ ചൂടായി കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അയച്ചെടുത്ത അതേ ഹീറ്റ് സിങ്ക് ഉണ്ടല്ലോ, അത് അതിമേൽ വെച്ച് കൊടുത്താൽ മതി. ആ 2 സ്ക്രൂ അവിടെ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എയറുള്ള വയർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇനി ഞങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണുന്നത് ഒരു ഒരു എല്ല് നെതി ഉണ്ടാവും. ആ 2 പോയിൻ്റേക്ക് ഏതെങ്കിലും വയറ് സോൾഡ് കൊടുക്കുക. അതായത് ആദ്യം മാറിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുത്തൊരു ബ്ലാക്കും ഒരു യെല്ലോ എടുത്തത്, അതായത് യെല്ലോ ഏത് അങ്ങോട്ട് മാറിച്ച് കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ്ലി സോൾഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മളെ നെഗറ്റീവ് പോസിറ്റീവ് നോക്കാനൊന്നുമില്ല, അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, സോൾഡറിങ് കഴിഞ്ഞു. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അപ്പോൾ ഓക്കെ, സ്വിച്ച് ഓൺ ആക്കി നോക്കാം. അപ്പോൾ കണ്ട, അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടത് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ അടപ്പൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, അത്യാവശ്യം നല്ല പവർ ഉണ്ട്. അത് 9 വാട്ട്സ് എല്ലിയുടെ ബോർഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടത്. നിങ്ങൾ തന്നെ വീഡിയോയിൽ കാണാവുന്നതാണ്. കണ്ടില്ലേ, നല്ല വെളിച്ചമുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കരുത്. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അവർ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുകാർന്ന് ബെല്ലൈക്കൻ ഓണാക്കിയാൽ ഞാൻ ഇതേമാർക്ക് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.